ഭാരതീയ നീതിന്യായ വ്യവസ്ഥയിൽ കുറ്റം തെളിയുന്നത് വരെ ഒരാൾ നിരപരാധിയാണെന്ന തത്വത്തിലാണ് പ്രാധാന്യം. എന്നാൽ ബീഹാറിലെ സമസ്തപൂരിൽ നിന്നുള്ള പുതിയ വാർത്തകൾ ഈ തത്വത്തെ പൂർണ്ണമായും കാറ്റിൽ പറത്തുന്നതാണ്. നിയമം നടപ്പിലാക്കേണ്ടവർ തന്നെ കൊടും കുറ്റവാളികളെ പോലെ പെരുമാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരു മോഷണ കേസിലെ സംശയത്തിന്റെ പേരിൽ കസ്റ്റഡിയിലെടുത്ത യുവാവിനെ ക്രൂരമായി മൂന്നാം മുറയ്ക്കും ലിംഗവിവേചനപരമായ പീഡനങ്ങൾക്കും ഇരയാക്കിയ സംഭവം ആധുനിക സമൂഹത്തിന് തന്നെ നാണക്കേടായി മാറിയിരിക്കുന്നു. സമസ്തിപൂരിലെ ഒരു പ്രമുഖ ജ്വല്ലറിയിൽ നിന്ന് ഏകദേശം 60 ഗ്രാം സ്വർണം കാണാതായതോടെയാണ് ഈ സംഭവങ്ങളുടെ തുടക്കം. ജ്വല്ലറി ഉടമ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സ്വാഭാവികമായി സ്ഥാപനത്തിലെ ജീവനക്കാരെയാണ് പോലീസ് ആദ്യം സംശയിച്ചത്. ഇതേ തുടർന്ന് ഡിസംബർ മാസത്തിൽ പരാതിക്കാരനായ യുവാവിനെയും മറ്റ് 2 സഹപ്രവർത്തകരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രാഥമികമായി ചോദ്യം ചെയ്യലുകൾക്ക് പകരം ആദ്യ നിമിഷം മുതൽ ക്രൂരമായ മർദ്ദന മുറകളാണ് പോലീസ് അവലംബിച്ചതെന്നാണ് പുറത്തുവരുന്ന വിവരം. കുറ്റം സമ്മതിപ്പിക്കാനായി ഉദ്യോഗസ്ഥർ കണ്ടെത്തിയ വഴികൾ പ്രാകൃതവും മനുഷ്യത്വരഹിതവുമായിരുന്നു. 4 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം മോഷണ കേസിൽ പങ്കാളിത്തമുണ്ടെന്ന് തെളിയിക്കാൻ സാധിക്കാതെ വന്നതോടെയാണ് പോലീസ് യുവാവിനെ വിട്ടയച്ചത്. എന്നാൽ തിരികെ വീട്ടിലെത്തിയ യുവാവിന്റെ ശാരീരികവും മാനസികവുമായ അവസ്ഥ അത്യധികം പരിതാപകരമായിരുന്നു. അദ്ദേഹത്തിന്റെ പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ ഏത് സാധാരണക്കാരന്റെയും മനസ്സിൽ ഭീതി ഉണ്ടാക്കുന്നതാണ്. ലാത്തി ഉപയോഗിച്ചും ബൂട്ടിട്ട കാലുകൾ കൊണ്ടും യുവാവിനെ ഉദ്യോഗസ്ഥർ ക്രൂരമായി മർദ്ദിച്ചു. ശരീരമാസകലം ചതവുകളും മുറിവുകളുമായാണ് അദ്ദേഹം വീട്ടിലെത്തിയത്. മോഷണം ഏറ്റുപറയാനായി യുവാവിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ പെട്രോൾ ഒഴിച്ചു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന ആരോപണം. വേദന കൊണ്ട് പുളഞ്ഞ യുവാവിനെ വീണ്ടും മർദ്ദിക്കാൻ പോലീസുകാർക്ക് യാതൊരു മടിയും ഉണ്ടായില്ല. കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ കുടുംബത്തെ മുഴുവൻ ജയിലിലാക്കുമെന്നും വ്യാജ ഏറ്റുമുട്ടലിൽ കൊല്ലുമെന്നും ഭീഷണിപ്പെടുത്തി. ഈ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് മർദ്ദനത്തിന്റെ പേരിൽ മാത്രമല്ല, മറിച്ച് അഴിമതിയുടെ പേരിൽ കൂടിയാണ്. യുവാവിനെ കസ്റ്റഡിയിൽ നിന്ന് മോചിപ്പിക്കണമെങ്കിൽ വീട്ടുകാർ 50,000 രൂപ കൈക്കൂലി നൽകണമെന്ന് പോലീസ് ആവശ്യപ്പെട്ടതായി പരാതിയിലുണ്ട്. മോഷണം പോയ സ്വർണം കണ്ടെത്താൻ കഴിയാത്തതിന്റെ ജാളിത്യം മറയ്ക്കാനും പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് പണം തട്ടിയെടുക്കാനുമുള്ള നീക്കമാണ് ഇവിടെ നടന്നതെന്നും വ്യക്തം. മോഷണം നടന്ന ജ്വല്ലറിയുടെ ഉടമയും പോലീസും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടും ഇവിടെ സംശയിക്കപ്പെടുന്നു. ഡിസംബർ 31-ന് ജ്വല്ലറി ഉടമ തന്നെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതായും യുവാവ് പറയുന്നുണ്ട്. പോലീസിന്റെ സംരക്ഷണം ജ്വല്ലറി ഉടമയ്ക്ക് ലഭിക്കുമ്പോൾ നീതി തേടുന്ന പൗരന്മാർ വേട്ടയാടപ്പെടുന്ന വിരോധാഭാസമാണ് ഇവിടെ അരങ്ങേറുന്നത്. സംഭവം മാധ്യമങ്ങളിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നതോടെ വലിയ പ്രതിഷേധം ഇരമ്പി. ഇതേ തുടർന്ന് സമസ്തിപൂർ പോലീസ് സൂപ്രണ്ട് അരവിന്ദ് പ്രതാപ് സിംഗ് നേരിട്ട് ഇടപെട്ടു. ഉന്നതതല അന്വേഷണത്തിന് അദ്ദേഹം ഉത്തരവിട്ടു. പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായി കണ്ടെത്തി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. സ്റ്റേഷൻ ഇൻചാർജ് ഉൾപ്പെടെ 3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തു. അവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം പ്രഖ്യാപിച്ചു. മർദ്ദനത്തിനിരയായ യുവാവിന് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. എങ്കിലും സസ്പെൻഷൻ എന്ന നടപടി ഇത്തരമൊരു ക്രൂരതയ്ക്ക് മതിയായ ശിക്ഷയല്ലെന്ന അഭിപ്രായവും ശക്തമാണ്. കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്ന ആവശ്യം വിവിധ മനുഷ്യാവകാശ സംഘടനകളും ഉന്നയിക്കുന്നുണ്ട്. ഈ സംഭവം ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തെ പോലീസ് സംവിധാനത്തിലെ ചില ആഴത്തിലുള്ള പ്രശ്നങ്ങളെയാണ്. ശാസ്ത്രീയമായ രീതിയിൽ കുറ്റാന്വേഷണം നടത്തുന്നതിന് പകരം പീഡനത്തിലൂടെ കുറ്റം സമ്മതിപ്പിക്കുക എന്ന പഴയ രീതിയാണ് ഇന്നും പലയിടങ്ങളിലും തുടരുന്നത്. യൂണിഫോമിനുള്ളിൽ എന്ത് ചെയ്താലും സംരക്ഷിക്കപ്പെടുമെന്ന ചിന്ത ചില ഉദ്യോഗസ്ഥരെ ഇത്തരം അതിക്രമങ്ങളിലേക്ക് നയിക്കുന്നു. കസ്റ്റഡിയിലുള്ള ഒരാൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുകയാണ്. യുവാവിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ മോഷണം പോയ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. തെളിവുകളില്ലാതെ ഒരു വ്യക്തിയെ 4 ദിവസം കസ്റ്റഡിയിൽ വെച്ച് പീഡിപ്പിച്ചത് നിയമപരമായി വലിയൊരു വീഴ്ച തന്നെയാണ്. ബീഹാറിലെ ഈ സംഭവം ഒറ്റപ്പെട്ട ഒന്നല്ല. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കസ്റ്റഡി മരണങ്ങളും പീഡനങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇത്തരം സംഭവങ്ങൾ ജനങ്ങൾക്ക് പോലീസിലുള്ള വിശ്വാസം തകർക്കാൻ മാത്രമേ സഹായിക്കൂ. പോലീസ് ഉദ്യോഗസ്ഥർക്ക് മനുഷ്യാവകാശങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധവൽക്കരണം നൽകേണ്ടതുണ്ട്. ഓരോ പോലീസ് സ്റ്റേഷനിലും CCTV ക്യാമറകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടെന്നും അത് ഉന്നത ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നുണ്ടെന്നും ഉറപ്പാക്കണം. വ്യാജ പരാതികളുടെയും സംശയത്തിന്റെയും പേരിൽ പാവപ്പെട്ടവരെ വേട്ടയാടുന്നത് അവസാനിപ്പിക്കാൻ കർശനമായ നിയമനിർമ്മാണം ആവശ്യമാണ്. സമസ്തിപുരിയിലെ യുവാവിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നുണ്ടെങ്കിലും മാനസികമായി അദ്ദേഹം അനുഭവിച്ച ആഘാതം മാറ്റാൻ വർഷങ്ങൾ വേണ്ടിവരും. നിയമം കയ്യിലെടുക്കുന്ന പോലീസുകാർക്കെതിരെ മാതൃകാപരമായ ശിക്ഷ നടപ്പിലാക്കിയാൽ മാത്രമേ നീതിന്യായ വ്യവസ്ഥയോടുള്ള ജനങ്ങളുടെ ബഹുമാനം നിലനിൽക്കുകയുള്ളൂ. ഈ കേസിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് അർഹമായ ശിക്ഷ നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അധികാരത്തിന്റെ തണലിൽ ആരും നിയമത്തിന് മുകളിലല്ല എന്ന സന്ദേശം ഈ സംഭവത്തിലൂടെയെങ്കിലും സമൂഹത്തിന് ലഭിക്കേണ്ടതുണ്ട്.